നമസ്കാരം. PFI നിരോധിത സംഘടനയായിട്ടുള്ള PFI നമുക്കേവർക്കും മലയാളിയെ സംബന്ധിച്ചിടത്തോളം PFIയെ കുറിച്ച് നാം എല്ലാം സുപരിചിതരാണ്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകന്മാരുടെ ജാമ്യം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാൻ പാടില്ല എന്നും ജയിലിനുള്ളിൽ പാർപ്പിച്ചുകൊണ്ട് തന്നെ ഇവരുടെ വിചാരണ പൂർത്തിയാക്കി ഇവർക്ക് അർഹമായ ശിക്ഷ നൽകുന്ന തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് കീഴ്ക്കോടതി കടക്കണം എന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് NIA അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇസ്ലാമിക ഭീകരന്മാരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരായിട്ടുള്ള 8 പേർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിനെ തുടർന്ന് NIA ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. NIA ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും വിഷൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് ഇവർ റെയ്ഡ് സമയത്ത് ഇസ്ലാം തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. ഈ വിഷൻ ഡോക്യുമെന്റിൽ എന്താണ് രേഖപ്പെടുത്തിയിരുന്നത്? ഈ വിഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട മതസംഘടനാ നേതാക്കളുടെയും അതുപോലെ തന്നെ ആധ്യാത്മിക നേതാക്കന്മാരുടെയും പേര് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരെയെല്ലാം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തണം എന്നുള്ള വിവരങ്ങളടങ്ങിയ രേഖയായിരുന്നു വിഷൻ ഡോക്യുമെന്റ്. ആ വിഷൻ ഡോക്യുമെന്റ് സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു NIA ഉദ്യോഗസ്ഥന്മാർ ഈ ഇസ്ലാമിക കൊടുംഭീകരന്മാരുടെ ജാമ്യം നിഷേധിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. കോടതി കൃത്യമായിട്ടിത് ബോധ്യപ്പെടുകയും ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണിയായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം സമാഹരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഇസ്ലാമിക ഭീകരന്മാരെ ജയിലിൽ നിന്ന് പുറത്തുവിടേണ്ട ആവശ്യമില്ല എന്ന് കോടതി തീരുമാനിക്കുകയാണ് ഒടുവിലുണ്ടായത്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് എത്ര പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയാണ് ഇന്ന് NIA ഉദ്യോഗസ്ഥന്മാർ കയ്യാമം വെച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇവിടെ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ വീടറിയാം, വീട്ടിൽ പോകുന്ന വഴിയറിയാം, ഇവരുടെ കുടുംബം താമസിക്കുന്ന സ്ഥലമറിയാം, കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രസംഗങ്ങൾ നടത്തി അവരും മലരും എല്ലാം വാങ്ങി കരുതി വയ്ക്കണം എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ച് പ്രവർത്തിച്ച സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കഴിയുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ജയിലിൽ കഴിയുന്ന ഈ കൊടും ക്രിമിനലുകളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ഈ ഭീകരന്മാരെ, ഈ രാഷ്ട്രവിരുദ്ധന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൽ ഇസ്ലാം ഭീകരവാദികളായിട്ടുള്ള SDPI എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറക്കാം എന്ന വ്യാമോഹത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഈ SDPIയുടെ നേതൃത്വത്തിനും SDPIയുടെ ഈ വ്യാമോഹത്തിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വരുന്നത്.